വിജയകുമാർ, മറ്റൊരു പരാതി കൂടി വരികയാണ്. നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ്. ഇതിപ്പോൾ പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയാണെങ്കിൽ പോലും അതിലൊരു കാര്യം യുവതി പറയുന്നത് ക്രൈംബ്രാഞ്ചിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നാണ്. ഒരുപക്ഷേ നിയമ നടപടികളിലേക്ക് മൊഴി നൽകാൻ നേരിട്ടുള്ള ഒരു പരാതിയിലേക്ക് ഈ പെൺകുട്ടി അല്ലെങ്കിൽ യുവതി പോകുമെന്ന് നമുക്ക് ഒരു സൂചന കൂടിയാണോ അത്? ഇതിൽ ഗോകുൽ, ഈ പരാതിയിൽ പറയുന്ന യുവതി അവർ ഇതിനോടകം ക്രൈംബ്രാഞ്ചിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചന ഈ പരാതിയിലുണ്ട്. അതായത് ഇതിനോടകം തന്നെ വിവരങ്ങൾ അവർ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട്. അവർ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് ഇതൊരു പരാതിയായി അതോറിറ്റീസിന് മുന്നിൽ എത്തിക്കാൻ നേരത്തെ തന്നെ ആഗ്രഹമുണ്ടായിരുന്നു. അവരതിന് ശ്രമിച്ചതാണ്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും അയാളോടൊപ്പമുള്ള ക്രിമിനൽ സംഘവും ഏതെങ്കിലും തരത്തിൽ അവരെ ഉപദ്രവിച്ചേക്കും, അവരെ ആക്രമിച്ചേക്കും, ഇല്ലാതാക്കിയേക്കും എന്നൊരാശങ്ക അവർക്കുണ്ടായിരുന്നു. അധികാരം ഉപയോഗിച്ച് വേട്ട നടത്തുന്ന ഒരു വേട്ടക്കാരനെ പോലെയാണ് അയാൾ പെരുമാറുന്നത്. അത്തരം ഒരാൾക്കെതിരെ യുദ്ധം നടത്താൻ, ഒരു നിയമപോരാട്ടം നടത്താനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു പരാതി കിട്ടുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് പോവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അത്തരം ഒരു ധൈര്യം തനിക്കുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ഇത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഒരു പരാതിയായി നൽകുന്നത്. ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഈ പരാതി അവർ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഇതിൽ പറയുന്നുണ്ട്. ഇതിനോടകം ഈ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് അവരിൽ നിന്ന് വിവരം ശേഖരിച്ചിട്ടുണ്ട്. ഒരു മൊഴിയെടുക്കുക എന്ന നിലയിലാണോ എന്നറിയില്ല, പക്ഷേ വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. KPCC പ്രസിഡന്റിന് അവർ പറയുന്നത്, എൻ്റെ വിശ്വാസതയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിനോട് ചോദിക്കാം, ക്രൈംബ്രാഞ്ചിൻ്റെ പക്കൽ അതിൻ്റെ വിവരങ്ങളുണ്ട്. അപ്പോൾ ഉറപ്പായും ഇതിനോടകം ക്രൈംബ്രാഞ്ച് അവരുടെ മൊഴി അല്ലെങ്കിൽ വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ വരുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള കേസ് മാത്രമായിരിക്കില്ല, അതിനപ്പുറത്തേക്ക് കൂടുതൽ പരാതികൾ, കൂടുതൽ വിവരങ്ങൾ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ചിന് പറയാവുന്ന തരത്തിലുള്ള വിവരശേഖരണം ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതൊരു ഒരു വളരെ ഗൗരവമുള്ള പരാതിയാണ്. ഗൗരവമുള്ള വിവരങ്ങൾ തന്നെയാണ് ഇതിൽ ഇപ്പോഴുള്ളത്. കേരളത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിന് സമാനമായ എല്ലാ സാഹചര്യവും ഈ കേസിലുമുണ്ട്. അതിൽ കുറച്ചുകൂടി ഗൗരവത്തിൽ അധികാരം ഉപയോഗിച്ച്, ഒരു പദവി ഉപയോഗിച്ച്, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇരകളെ വേട്ടയാടുന്ന ഒരു വേട്ടക്കാരൻ എന്ന തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടവും അയാളോടൊപ്പമുള്ള ക്രിമിനൽ സംഘവും തന്നെ ഏതൊക്കെ തരത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചേക്കുമെന്ന ആശങ്ക, ഈ ക്രിമിനൽ സംഘമെന്ന് നമ്മൾ പറയുന്നതല്ല, അതിൽ ആ പരാതിയിൽ പറയുന്ന കാര്യമാണ്. അത് അതേ നിലയിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ഏത് ഘട്ടത്തിൽ എപ്പോഴാണ് KPCCക്ക് കിട്ടിയത് എന്ന് നമുക്കറിയില്ല. നേരത്തെ തന്നെ പരാതികൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികൾ KPCC നേതൃത്വത്തിൻ്റെ കയ്യിലുണ്ട്, അതിൽ നടപടി എടുക്കാതിരിക്കുന്നു എന്നൊക്കെയുള്ള വിമർശനം ഉയർന്നു വന്നിരുന്നു. പക്ഷേ രേഖാമൂലം പരാതി ഉണ്ടോ എന്നതിനൊരു സ്ഥിരീകരണം ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത്തരമൊരു പരാതി KPCC അധ്യക്ഷന് കിട്ടിയിട്ടുണ്ട്. അത് ഈ ദിവസങ്ങളിലാണ് അത്തരമൊരു പരാതി കിട്ടിയത് എന്നുറപ്പാണ്. കാരണം ഈ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ അന്വേഷണം നടക്കുന്ന സമയത്താണ് ഈ യുവതി അത്തരമൊരു പരാതി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന് നൽകുന്നത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതുപോലെ AICC നേതൃത്വത്തിനും പരാതി നൽകിയിട്ടുണ്ട്. നമുക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് ചോദിക്കാനുള്ളത്, ഈ പരാതി നിങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ടോ എന്നതാണ്. നമ്മൾ ഇതിനോടകം പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു, KPCC അധ്യക്ഷനെ വിളിച്ചു, പക്ഷേ അദ്ദേഹത്തെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ മുതിർന്ന നേതാക്കളെ ഒക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഈ പരാതിയെപ്പറ്റി അറിയാമോ? KPCC അധ്യക്ഷൻ ഉറപ്പായും അറിയണം, കാരണം അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്താണ് ഈ പരാതി വന്നിരിക്കുന്നത്. അപ്പോൾ ആ പരാതിയിൽ അത് പോലീസിന് കൈമാറുക എന്ന അടിയന്തര പ്രാധാന്യമുള്ള കാര്യത്തിലേക്ക് ഈ കോൺഗ്രസ് പ്രസിഡന്റ്, കേരളത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് കടന്നിട്ടുണ്ടോ എന്നതുൾപ്പെടെ നമുക്ക് അറിയേണ്ടതുണ്ട്. അത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ്. കേരളത്തിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലെ സമാന സാഹചര്യം അതേ രീതിയിൽ തന്നെ ഈ കേസിലും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ യുവതി സൂചിപ്പിക്കുന്നത്. അവർ ഈ പരാതി പോലീസിന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ തയ്യാറാണ്. അത് ഇതിനോടകം തന്നെ പ്രാഥമികമായി അവർ ആ വിവരം നൽകിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ പരാതി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അങ്ങേറ്റം ഗൗരവമുള്ള പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിന്മേൽ പോലീസ് ഇനി മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, രജിസ്റ്റർ ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ക്രൈംബ്രാഞ്ച് പ്രാഥമികമായ വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒളിവിൽ തുടരുന്ന MLA നാളെ മുൻകൂർ ജാമ്യാപേക്ഷ വരുമ്പോൾ ഒരുപക്ഷെ ഈ കേസിൻ്റെ കാര്യം കൂടി അന്വേഷണ സംഘം കോടതിയിൽ പറയാൻ സാധ്യതയുണ്ട്. ആ നിലയിൽ ഉള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഈ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഇരകളെ വേട്ടയാടുന്ന ഒരു വേട്ടക്കാരൻ എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ അവർ അനുഭവിച്ച കൊടിയ യാതനയുടെ മുഴുവൻ കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഒരുപക്ഷേ ഈ അന്വേഷണ ഏജൻസികൾ സമീപിച്ചാൽ അത്തരം വിശദാംശങ്ങൾ നൽകാൻ
തയ്യാറാണ്. അതായത് ഇപ്പോൾ ഈ വിഷയത്തിൽ നിയമപരമായ ഒരു പോരാട്ടത്തിന് എനിക്ക് ധൈര്യം കിട്ടിയിട്ടുണ്ട്. അത് കേരളത്തിൽ ഈ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ്. ഒരു യുവതി അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പോലീസിൽ പരാതി നൽകിയ സാഹചര്യത്തിലാണ് അത്തരം ഒരു ധൈര്യം തനിക്ക് കിട്ടിയത് എന്ന് യുവതി സൂചിപ്പിക്കുന്നുണ്ട്. അവരതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു വിഷയത്തിൽ നിയമപരമായ നടപടിക്ക് അവർക്കൊരു ധൈര്യം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയം, ഇതിൽ പറയുന്ന ആളിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ തന്നെ ആക്രമിച്ചേക്കാം. ഇപ്പോഴും അത്തരമൊരു ആക്രമണ ഭീഷണിയിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നും ഈ യുവതി പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും അയാളോടൊപ്പമുള്ള ക്രിമിനൽ സംഘവും ഏതൊക്കെ തരത്തിൽ അതിൽ ഇടപെടും എന്നൊക്കെയുള്ള ഭയം അവർക്ക് ഇപ്പോഴുണ്ട്. പക്ഷേ അപ്പോഴും കേരള പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുകയും ഒരു പരാതിക്കാരി തുറന്ന് പരാതി നൽകാൻ രംഗത്ത് വരികയും ചെയ്ത സാഹചര്യം ഇപ്പോൾ തനിക്ക് ധൈര്യം നൽകുന്നുണ്ട് എന്നാണ് ഈ യുവതി പറയുന്നത്. നേരത്തെയും നമ്മൾ കേട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട് എന്നും അത്തരം ചില സൂചനകൾ വന്നിരുന്നു. പക്ഷേ അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ രേഖാമൂലമുള്ള പരാതി ഉള്ളതായി അറിയില്ല എന്നായിരുന്നു പല നേതാക്കളും സൂചിപ്പിച്ചത്. രേഖാമൂലമുള്ള പരാതിയിൽ ഒരെണ്ണമാണ് നമ്മൾ ഇപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അതിനു മുമ്പ് അത് ഈ പറയുന്ന കേസെടുത്തതിന് ശേഷം വന്ന പരാതിയാണ്. അതിനു മുമ്പ് അത്തരം പരാതികൾ വന്നിട്ടുണ്ടോ, അതിലെന്തെങ്കിലും നടപടി കോൺഗ്രസ് നേതൃത്വം എടുത്തിട്ടുണ്ടോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. ഈ പരാതിയിൽ കോൺഗ്രസ് നേതൃത്വം എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ, അത് അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ടോ എന്നും അറിയേണ്ടതുണ്ട്. KPCC പ്രസിഡന്റിന്റെ പ്രതികരണം നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഫോണിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ മറ്റു കോൺഗ്രസ് നേതാക്കൾ, അവരോടും ചോദിക്കാനുള്ളത് അവർക്ക് ഈ പരാതിയെപ്പറ്റി അറിയാമായിരുന്നു. ഇതിൽ പറയുന്ന അങ്ങേറ്റം ഗൗരവമുള്ള കാര്യങ്ങളാണ്. ആ ഗൗരവമുള്ള സാഹചര്യത്തെപ്പറ്റി ഒരു അന്വേഷണം, അതിശക്തമായൊരു അന്വേഷണം വേണമെന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. ആ അന്വേഷണത്തിന് വഴിയൊരുക്കുന്ന തരത്തിലേക്ക് പരാതി പോലീസിന് കൈമാറിയിട്ടുണ്ടോ കോൺഗ്രസ് നേതൃത്വം എന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് KPCC അധ്യക്ഷൻ മാത്രമായിരിക്കാം വിശദീകരിക്കാൻ കഴിയും. കാരണം അദ്ദേഹത്തെയാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഈ യുവതി ഈ പരാതിയിൽ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസുമായി അങ്ങേറ്റം സമാനതകളുള്ള അതേ സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുള്ള ആളാണ്. അതേ സാഹചര്യം ഞാൻ പറയുന്നത് കൃത്യമായി അതേ സാഹചര്യം എന്നുള്ളതല്ല, അത്തരം സാഹചര്യങ്ങളിലൂടെ ഈ യുവതി കടന്നു പോയിട്ടുണ്ട് എന്ന സൂചന ഈ പരാതിയിലുണ്ട്. അത് ഏതൊക്കെ സാഹചര്യങ്ങളാണെന്ന് ഒരു പക്ഷേ ഈ ക്രൈംബ്രാഞ്ചിന് നൽകാൻ പോകുന്ന മൊഴിയിലോ അല്ലെങ്കിൽ ഇതിനോടകം നൽകിയ പ്രാഥമിക വിവരത്തിലോ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കാരണം നിയമപരമായൊരു പോരാട്ടത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവർ സന്നദ്ധയാണ് എന്നീ പരാതിയിൽ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. അത്തരമൊരു ധൈര്യം അവർക്ക് ഇപ്പോഴുണ്ടായത് പോലീസ് അതിൽ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് എന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലും അയാളോടൊപ്പമുള്ള ക്രിമിനൽ സംഘവും ഏതൊക്കെ തരത്തിൽ ഇടപെടൽ നടത്തുമെന്ന് അവർക്ക് ഭയമുണ്ട്. ഇപ്പോഴും ആ ഭയത്തിന്റെ നിഴലിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ അവർ എവിടെയുണ്ട് എന്നതടക്കം ചില സൂചനകൾ ഈ പരാതിയിൽ പറയുന്നുണ്ട്. പക്ഷേ തൽക്കാലം നമ്മളും അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം അവർക്ക് വലിയ ആശങ്കയുണ്ട്. അത്തരം ഒരു ആശങ്കയുടെ നിഴലിൽ തന്നെയാണ് പരാതി നൽകാൻ തയ്യാറായി കോൺഗ്രസ് നേതൃത്വത്തെ കാര്യം അറിയിക്കുമ്പോഴും ക്രൈംബ്രാഞ്ചിനോട് കാര്യങ്ങൾ ഏറെക്കുറെ പറയുമ്പോഴും അവർക്ക് ഇപ്പോഴും ചില ആശങ്കകളുണ്ട് എന്ന സൂചന ഈ പരാതിയിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.